ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേദിക്കുവിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. സെപ്റ്റംബർ 7-നായിരുന്നു ബർത്ത്ഡേ. നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് വേദിക്കുവിൻ്റെയും ബർത്ത്ഡേ വരുന്നത്. ഇത്തവണ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വേദിക്കുവിന് കേക്ക് കട്ടിങ്ങൊക്കെ ഇഷ്ടമായതുകൊണ്ട് കേക്ക്, അതുപോലെ ബലൂണൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ മാത്രമായിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to dear Vedu. Happy birthday to you. ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ കൂടിയുണ്ട്. നമ്മുടെ വീട്ടിൽ പുതിയൊരു മെമ്പർ വന്നു കേട്ടോ. വേദിക്കുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ബർത്ത്ഡേയുടെ അന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരം ഉണ്ടെന്ന് പറയാം. സാധാരണ നമ്മുടെ ബർത്ത്ഡേകൾക്ക് നമ്മൾ പുറത്തുനിന്നാണ് ഔട്ട്സൈഡ് ഡിന്നർ എന്തെങ്കിലും കഴിക്കാറ് പതിവ്. ഇത്തവണ നമുക്ക് എല്ലാവർക്കും അവധി ആയതുകൊണ്ട് മമ്മി ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പനീർ കറി ഉണ്ടാക്കി. അതുകൊണ്ട് ഇന്നത്തെ വേദിക്കുവിൻ്റെ ബർത്ത്ഡേക്ക് ഫ്രൈഡ് റൈസും പനീർ കറിയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെയാണ് വെക്കാറ് മിക്ക ബർത്ത്ഡേകളും വരുമ്പോൾ. ഡിന്നർ ഔട്ട്സൈഡ് പോകും. പക്ഷേ ഇത്തവണ നമ്മൾ ഫ്രൈഡ് റൈസും പനീർ കറിയിൽ ഒതുക്കി കേട്ടോ. പിന്നെ മമ്മിയുടെ സ്റ്റുഡൻറ്റ് വേദിക്കുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോണിക് കീബോർഡ്. അപ്പോൾ വേദിക്കുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ചേച്ചി തന്നോ? താങ്ക് യു പറയണ്ടേ ചേച്ചിയോട്? എന്താ പറയാ ചേച്ചിയോട്? എന്താ പറയാ? താങ്ക് യു. വേദിക്കുട്ടൻ്റെ പിറന്നാൾ വരുന്നത് ശ്രീകൃഷ്ണജയന്തിയുടെ പിറ്റേ ദിവസം. അപ്പോൾ നമ്മൾ കുഞ്ഞു സദ്യ ഉണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, കാളൻ, ബീൻസ്, ക്യാരറ്റ് ഉപ്പേരി, പിന്നെ ഓലൻ, പപ്പടം, പായസം നമ്മൾ ഗോതമ്പ് പായസമായിരുന്നു. പിന്നെ ശർക്കര ഉപ്പേരി, കായ വറുത്തത്, ഇഞ്ചി തൈര്, പിന്നെ കോളിഫ്ലവർ ഉപ്പേരി, പിന്നെ പുളിയിഞ്ചി, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യ എന്ന് പറയാം. അപ്പോൾ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേദിക്കുട്ടിന് ഇലയിൽ കൊടുത്തു. വേദിക്കുട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇലയിൽ കഴിക്കാൻ. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേയും പിറന്നാളും കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേദിക്കുട്ടിൻ്റെ ഞങ്ങളുടെയും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ